മനോരമ ന്യൂസിൽ രാവിലെ വന്നൊരു വാർത്ത. ആ വാർത്തയിൽ വലിയ കാര്യമുണ്ട് എന്ന് കരുതിയിരുന്നില്ല. അവിശ്വസനീയമായ കാര്യങ്ങളാണ് വാർത്തയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCCക്ക് പരാതി പ്രളയമായിരുന്നു. 2, 20 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് KPCCക്ക് പരാതി നൽകിയത്. ഇപ്പോൾ ലഭിച്ച പരാതി മാത്രമല്ല, ഇനിയും പരാതികൾ KPCCയുടെ മുന്നിലുണ്ട്. എന്ന് വെച്ചാൽ പുറത്തു വന്ന പരാതികൾ മാത്രമല്ല, അതിനേക്കാളും പരാതികൾ KPCCയുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു എന്ന് വിശദീകരിക്കാൻ തീരുമാനിച്ചു KPCC. DCC നേതൃയോഗങ്ങൾ, മണ്ഡലം നേതൃയോഗങ്ങൾ വിളിച്ചു ചേർത്ത് ആ യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കും. ഇതായിരുന്നു വാർത്ത. അത്ര കാര്യമായി എടുത്തിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് എറണാകുളത്ത് നിന്നും ഒരു വാർത്ത വന്നു. വാർത്ത മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. എറണാകുളം DCC നേതൃയോഗം പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ജോസഫ് വാഴക്കനുണ്ട്, K ബാബു ഉണ്ട്, VD സതീശനുണ്ട്, അതോടൊപ്പം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ, DCC നേതൃയോഗമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത യോഗം. ആ യോഗത്തിൽ സംസാരിച്ചുകൊണ്ട് VD സതീശൻ പറഞ്ഞ ഒരു കാര്യം അത് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. VD സതീശൻ പറഞ്ഞത്, പുറത്തു വന്ന പരാതികളല്ല, അതിനേക്കാളും പരാതികളുണ്ട് KPCCയുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ. അക്കാര്യങ്ങൾ KPCC പരിശോധിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് എന്താണ് എന്ന്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്. അത് എൻ്റെ മാത്രം തീരുമാനമല്ല, ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നത് KPCC പറഞ്ഞിട്ടാണ്. KPCCയുടെ നേതൃയോഗം ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം ഞാൻ പുറത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ചെറിയ നേതാവല്ല, പ്രതിപക്ഷ നേതാവാണ്, VD സതീശനാണ്. അദ്ദേഹം പറയുകയാണ്, പരാതി ഇപ്പോൾ പുറത്തു വന്ന പരാതികളല്ല യഥാർത്ഥ പരാതി, അതിനേക്കാളും വലിയ പരാതി KPCCക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ 3 വർഷമായി KPCCക്കും കോൺഗ്രസ് നേതാക്കൾക്കും നിരന്തരമായി പരാതി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നടപടിയും എടുത്തില്ല KPCC. നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, ഈ പരാതികൾ മുഴുവൻ മുക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ യുവനടി റിനി ആൻ ജോർജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നേതാക്കളോട് പരാതി പറഞ്ഞപ്പോൾ നേതാക്കൾ പറഞ്ഞത് അത് അവൻ്റെ കഴിവല്ലേ എന്നാണ്. അത് അവൻ്റെ കഴിവല്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഴിവല്ലേ, ആ കഴിവാണ് അവൻ ചെയ്യുന്നത്, അവനത് ചെയ്തോട്ടെ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാം അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അതൊക്കെ അറിഞ്ഞ് മൂടി വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു, അതോടൊപ്പം MLA ആക്കുന്നു, മത്സരിപ്പിക്കുന്നു, ഇതൊക്കെ നടക്കുന്നു. അപ്പോഴും പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പരാതികളെല്ലാം അതേപോലെ ചവറ്റുകൊട്ടയിലേക്ക് ചുരുട്ടി എറിയുന്നു KPCC. ഇന്ന് KPCCക്ക് പറയേണ്ടി വന്നു, ഒരു പരാതിയല്ല, 2 പരാതിയല്ല, പുറത്തു വന്ന പരാതികൾ മാത്രമല്ല, നിരവധി പരാതികൾ ലഭിച്ചിരുന്നു എന്ന്. അതുകൊണ്ടാണ് മലയാള മനോരമ പറഞ്ഞത്, പരാതി പ്രളയമാണ് KPCCയുടെ മുന്നിലേക്ക്, പരാതി പ്രളയം. ആ വാക്ക് തന്നെ മലയാള മനോരമ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ അതിൽ സത്യമുണ്ട് എന്ന്. അത് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ VD സതീശൻ ചെയ്തിരിക്കുന്നത്. എന്ത് നടപടിയെടുത്തു? ഇതാ ചോദ്യം. VD സതീശനെ സംരക്ഷിക്കാനും യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഏറ്റവും പ്രധാനമായും സംസാരിച്ചത് DCC പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞു, VD സതീശന് എതിരെ ഇപ്പോൾ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു, അത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകും. അതിൽ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും. ആദ്യം താക്കീത് ചെയ്യും, താക്കീത് ചെയ്ത് അനുസരിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കും, പുറത്താക്കലടക്കമുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് യോഗത്തിൽ പ്രഖ്യാപിച്ചു DCC പ്രസിഡന്റ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാൻ തയ്യാറായാൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നും. രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാൻ തയ്യാറായാൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് DCC നേതൃയോഗത്തിൽ പറയുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് I ഗ്രൂപ്പ് നേതാവ് ജോസഫ് വാഴക്കൻ, A ഗ്രൂപ്പ് നേതാവ് K ബാബു എന്നിവർ, തൃപ്പൂണിത്തുറ MLA K ബാബു എന്നിവർ സംസാരിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ആർക്കൊക്കെ എതിരെ നടപടി വേണ്ടി വരും? നടപടി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ വേണ്ടി വരും, UDF കൺവീനർ അടൂർ പ്രകാശിനെതിരെ വേണ്ടി വരും. ഇവർ രണ്ടുപേരും മാറ്റി നിർത്തിയാലും ഒരാൾക്കെതിരെ നിർബന്ധമായ നടപടി വേണ്ടി വരും. അത് ഷാഫി പറമ്പിലാണ്.
ഷാഫി പറമ്പിൽ ഇപ്പോഴും സംരക്ഷണ വലയം ഒരുക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മണ്ഡലത്തിൽ എത്തിക്കാൻ രഹസ്യ യോഗം ചേർന്നതും DCC പ്രസിഡന്റുമായി ചർച്ച നടത്തിയതും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതും ഒക്കെ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയിൽ എത്തിക്കണം, പങ്കെടുപ്പിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നതും. എന്നാൽ VD സതീശൻ വിഭാഗം അതിനെ ശക്തമായി എതിർക്കുന്നു. അങ്ങനെ കോൺഗ്രസിൽ 2 തട്ട് രൂപപ്പെട്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നതിനെ ചൊല്ലി കോൺഗ്രസ് 2 ചേരിയായി തിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും സംഭവം ഒന്ന് കലങ്ങുന്നുണ്ട്. തെളിയുമോ എന്നത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എപ്പോൾ തെളിയുമെന്നതും വലിയ ചോദ്യം തന്നെയാണ്.